മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കണ്ണുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ വിടർന്ന കണ്ണുകളാണ് ഉണ്ടായിരുന്നത്. സുറുമയിട്ടില്ലെങ്കിലും വളരെ മനോഹരമായ ഭംഗിയുള്ള കണ്ണുകൾ. നല്ലതുപോലെ കറുകറുത്ത കൃഷ്ണമണിയുടെ സൗന്ദര്യത്തെ അല്പം ചുവപ്പ് കലർന്ന കണ്ണിലെ വെള്ള എടുത്തു കാണിക്കുന്നുണ്ടാവും. നേർത്തതും നീളമുള്ളതും സദാ കറുപ്പുള്ളതുമാണ് അവിടുത്തെ കൺപീലികൾ. കൺകോണുകൾക്ക് ചുവപ്പ് നിറമാണുള്ളത്. വളരെ രോമം നിറഞ്ഞ വടിവുള്ള നീണ്ട കൺപുരികങ്ങളാണുള്ളത്. സൂക്ഷിച്ചു നോക്കിയാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട പുരികങ്ങൾക്കിടയിൽ കാണാവുന്ന ചെറിയൊരു വിടവിന് വെള്ളി സമാനമായ പ്രകാശമുണ്ട്. അവിടുത്തെ നെറ്റിത്തടത്തിൽ നിന്നും പ്രകാശങ്ങൾ ഇങ്ങനെ പരക്കുന്ന സഹാബികൾ കാണാറുണ്ട്. നെറ്റിത്തടത്തിലെ വെളിച്ചം അവിടെ തട്ടി പ്രതിബിംബിക്കുന്ന പ്രതീതി നമുക്ക് അനുഭവപ്പെടും. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദൂരെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നത് രണ്ട് പുരികങ്ങളും ചേർന്ന് നേർത്ത ഒരൊറ്റ വര പോലെ തോന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട പുരികം. എന്നാൽ തങ്ങളോട് അടുത്തെത്തി നമ്മൾ നോക്കുമ്പോൾ സമൃദ്ധമായ കൺപുരികങ്ങളുടെ കറുപ്പിനിടയിൽ ആ ചെറിയ വിടവ് കൂടുതൽ ദൃശ്യത കൈവരും. ആ ഭാഗത്തു തന്നെ നേർത്ത ഒരു ഞരമ്പുണ്ട്. കോപം വരുമ്പോൾ അത് ചുവന്നു തുടുക്കും. അകലെ ഇരിക്കുന്നവർക്ക് പോലും ആ ഞരമ്പ് അപ്പോൾ പ്രകടമായി കാണാനാകും. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അല്ലാഹ് എത്ര മനോഹരമായാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടുത്തെ സംസാരവും അവിടുത്തെ ഷറഫാക്കപ്പെട്ട വായയും അവിടുത്തെ സംസാരവും എല്ലാം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട വായ അത് വിശാലമുള്ളതാണ്. നീണ്ട ചുണ്ടുകളാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. സംസാര സ്ഫുടതയാണ് ഈ ചുണ്ടുകൾ സൂചിപ്പിക്കുന്നത്. വളരെ മനോഹരമായി പൂക്കൾ നിറഞ്ഞ വെട്ടിയൊതുക്കിയ ചെടികളെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ഷറഫാക്കപ്പെട്ട ചുണ്ടുകളായിരുന്നു അവിടുത്തേത്. അവയുടെ അടയ്ക്കുന്ന ഭാഗം വളരെ നേർത്തതായിരുന്നു. അതിനകത്ത് വളരെ മനോഹരമായ വെളുത്ത തിളക്കമുള്ള മഞ്ഞുതുള്ളികൾ പോലെയുള്ള ഷറഫാക്കപ്പെട്ട പല്ലുകൾ. പുഞ്ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും മുൻപല്ലിൽ നിന്ന് വെളിച്ചം ഇങ്ങനെ പൊഴിയുന്നുണ്ടാകും. മുൻപല്ലുകൾക്കിടയിൽ നേർത്ത വിടവുണ്ട്. ഷറഫാക്കപ്പെട്ട ആ മുൻപല്ലുകൾക്കിടയിലൂടെ ഇങ്ങനെ പ്രകാശം സ്ഫുരിക്കുന്നുണ്ടാകും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചിരിക്കുമ്പോൾ അടുത്തുള്ള ചുമരിൽ പോലും ആ വെളിച്ചം പ്രതിഫലിക്കുമാറ് സ്വഹാബികൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് സ്വഹാബികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വായയുടെ വിഷയം പറഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട വായയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വിഷയം പറയാതെ പോകുന്നത് ന്യായമല്ല. ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചത്. എൻ്റെ സമുദായത്തിന് പ്രയാസമാകുമെന്ന് ഭയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവരോട് എല്ലാ നമസ്കാരത്തിനും ദന്തശുദ്ധീകരണം നടത്താൻ നിർബന്ധപൂർവ്വം കൽപ്പിക്കുമായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദന്തശുദ്ധീകരണത്തിലൂടെ വായ മാത്രമല്ല വൃത്തിയാകുന്നത്, മറിച്ച് പടച്ചവന്റെ പ്രീതി ലഭിക്കുന്ന പ്രവൃത്തി കൂടിയാണെന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദന്തശുദ്ധീകരണത്തെ ഇത്രയധികം പ്രോത്സാഹിപ്പിച്ചത് കാരണം സഹാബികൾ യാത്രയിൽ പോലും ചെവിപ്പുറത്ത് ഒരു മിസ്വാക്ക് കരുതിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഊണിലും ഉറക്കിലും അനക്കിലും അടക്കത്തിലുമെല്ലാം അനുകരിച്ചിരുന്ന സഹാബികൾ അവർ വളരെ ആവേശത്തോടു കൂടിയായിരുന്നു ഇത് ഏറ്റെടുത്തിരുന്നത്. അറാക്ക് കൊണ്ടുകൊണ്ടായിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദന്തശുദ്ധീകരണം നടത്തിയത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുകരിച്ചുകൊണ്ട് സഹാബികളും അറാക്ക് കൊമ്പായിരുന്നു ദന്തശുദ്ധീകരണത്തിന് ഉപയോഗിച്ചിരുന്നത്. കൈവിരൽ ഒഴികെ പരുക്കൻ സാധനങ്ങൾ എന്തുപയോഗിച്ചാലും മിസ്വാക്കിന്റെ സുന്നത്ത് കിട്ടും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മളും ആ സുന്നത്തുകൾ ഒഴിവായി പോകാതിരിക്കാൻ നാം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. വെളിച്ചം പോലെ തന്നെ തെളിച്ചമുള്ളതായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട വായിൽ നിന്നുയരുന്ന ഓരോ ശബ്ദവും. ഗൗരവമുള്ള ശബ്ദത്തിനുടമയായിരുന്നു ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ദൂരം കേൾക്കാൻ കഴിയുന്ന ശബ്ദം. രാത്രി സമയങ്ങളിൽ കഅബയുടെ ചാരത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബികൾ അവരുടെ വീടുകളിൽ നിന്ന് കേൾക്കാറുണ്ടായിരുന്നു.
മിനായിൽ വെച്ച് അവിടെ നിന്ന് നടത്തിയ പ്രഭാഷണം മക്കക്കാരായ സ്ത്രീകൾ അവരുടെ വീടുകളിലിരുന്ന് കേട്ടിട്ടുണ്ട്. അത്രയും ഗാംഭീര്യമുള്ള ഗൗരവമുള്ള ശബ്ദത്തിനുടമയായിരുന്നു ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മൗനിയായിരിക്കുമ്പോൾ സൗന്ദര്യവും സംസാരിക്കുമ്പോൾ ഗാംഭീര്യവും ഒരുപടി മുന്നിട്ട് നിൽക്കുന്നതായിരുന്നു ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഗൗരവഭാവമാണെങ്കിലും സംസാരം ഇമ്പവും മധുരവുമുള്ളതായിരുന്നു. കറുപ്പ് വെളുപ്പ്, ഗൗരവം സൗന്ദര്യം, സംസാരം മൗനം എന്നിങ്ങനെയുള്ള അവസ്ഥകളിലൊന്നും വിരുദ്ധഭാവങ്ങളായിരുന്നില്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്. മുത്തുമണികൾ പോലെ ഒഴുക്കുള്ള വിട്ടുവിട്ടുള്ള സംസാരം, വാക്കുകളിൽ കൂടുതലോ കുറവോ തോന്നാത്ത കണിശവും ചെറുതും കുറിക്കുകൊള്ളുന്നതുമായ പ്രയോഗങ്ങൾ, ശബ്ദവും സംസാരവും കേൾക്കുമ്പോൾ അടുത്തു നിൽക്കുന്നവർ ശ്രദ്ധിച്ചു കേട്ടിരുന്നു പോകും. ദൂരെയുള്ളവർ അടുത്തേക്ക് വന്നു പോകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം കേൾക്കാൻ പക്ഷിമൃഗാദികൾ പോലും കാതുകുറിപ്പിച്ച് കേൾക്കാറുണ്ടായിരുന്നു. അല്ലാഹുവേ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സംസാരം കേൾക്കാനും അവിടുത്തെ ഒരുപാട് തവണ കാണാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ആമീൻ.